കുടുംബം ആഗ്രഹിച്ചത് വധശിക്ഷയാണ്. പക്ഷേ ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല. പക്ഷേ വലിയ ഒരു നരഹത്യ തന്നെയാണ് കൊലപാതകം. 10 പേർ ചേർന്ന് നടത്തിയ ആസൂത്രിത കൊലപാതകം. അതിൽ തന്നെ പലർക്കും റിജിത്തിനെ അറിയാവുന്നവർ, റിജിത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്നവർ. ഒറ്റ കുഴപ്പം മാത്രം, റിജിത്ത് DYFI പ്രവർത്തകനായിരുന്നു. കൊലപ്പെടുത്തിയത് RSSകാർ. അവർക്ക് വർഗീയതയുടെ രാഷ്ട്രീയമാണ്, കൊലക്കത്തിയുടെ രാഷ്ട്രീയമാണ് പരിചയം. തൊട്ടടുത്ത് ജോലി ചെയ്യുന്നയാളെന്നോ ഒരു സഹജീവിയെന്നോ ബോധ്യമില്ലാതെ കൊലപ്പെടുത്തുകയായിരുന്നു. ഒരു കേസിലും പെടാത്ത 25 വയസ്സുകാരനായ കുടുംബത്തിൻ്റെ അത്താണിയായ റിജിത്തിനെ കൊലപ്പെടുത്തുമ്പോൾ യാതൊരു മനസ്താപവും തലേന്ന് വരെ കണ്ട ആ 9 പേർക്കും ഉണ്ടായിരുന്നില്ല, 10 പേർക്കും ഉണ്ടായിരുന്നില്ല. എന്താണ് പ്രോസിക്യൂട്ടർ ഇപ്പോൾ വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. വസീഫ്, ഇവിടെ 9 പ്രതികൾക്കും, റിജിത്തിനെ കൊലപ്പെടുത്തിയ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. RSS മുന്നോട്ട് വെച്ച കൊലക്കത്തിയുടെ രാഷ്ട്രീയത്തിന്, വർഗീയതയുടെ രാഷ്ട്രീയത്തിന് തിരിച്ചടി എന്ന് തന്നെ പറയാവുന്നു. റിജിത്തിനെ അറിയാവുന്നവർ, റിജിത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്നവരാണ്. ഒറ്റ കാരണം മാത്രമാണ്, റിജിത്ത് മുന്നോട്ട് പിടിച്ച DYFI ഉയർത്തിയ രാഷ്ട്രീയം, ആ മാനവികതയുടെ രാഷ്ട്രീയം മാത്രമായിരുന്നു RSSന് മുന്നിലുണ്ടായിരുന്ന ഈ കൊലപ്പെടുത്തുന്നതിനുള്ള കാരണം. എങ്ങനെ കാണുന്നു ഈ വിധിയെ വസീഫ്? ഇവിടെ DYFI മുന്നോട്ട് വെക്കുന്ന വർഗീയതക്കെതിരെയുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ, ആ സംഘപരിവാരത്തിനെതിരെ കിട്ടിയ വലിയ ഒരു അടി തന്നെയാണ് ഈ വിധി. ഈ നീതി ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. ഇത്രയും നാൾ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ നിയമവാദികളൊക്കെ സ്വീകരിച്ച എല്ലാവരും തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, DYFIക്കാർ കൊല ചെയ്യപ്പെടേണ്ടവരാണ്. DYFIക്കാർ കൊല ചെയ്യപ്പെട്ടാൽ അത് വാർത്തയാക്കാനോ അത് ചർച്ചയാക്കാനോ താല്പര്യം കാണിക്കാത്ത ഒരു വലതുപക്ഷ മാധ്യമ സംസ്കാരം ഈ കേരളത്തിലുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിൽ ഉടനീളം വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൊല ചെയ്യപ്പെടുന്നത് DYFI ആണ്, DYFI സഖാക്കളാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് സഖാവിന്റെ ഈ കൊലപാതകവും അതിനോട് തുടർന്നുള്ള വിധിയുമെല്ലാം. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഞങ്ങളിൽ ആര് കൊല ചെയ്യപ്പെട്ടാലും വർഗീയതക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ഞങ്ങൾ തുടർന്നും നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ്. വസീഫ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പൊതുബോധം വലതുപക്ഷ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. DYFIക്കാരാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ്. കാരണം അവർ ചോദ്യം ചെയ്യുന്നത് കൊലക്കത്തിയുടെ രാഷ്ട്രീയത്തെയാണ്, വർഗീയതയുടെ രാഷ്ട്രീയത്തെയാണ്. അതിന് എല്ലാവിധ പിന്തുണയും. അതൊരു വാർത്തയല്ലാത്ത തരത്തിൽ റിജിത്ത് ആണെങ്കിൽ അത് ചെറിയ കോളമായി മാത്രം മാധ്യമങ്ങളിൽ ഒതുങ്ങുന്ന, ദൃശ്യമാധ്യമങ്ങൾ ചെറിയ വാർത്തയായി മാത്രം മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മാധ്യമങ്ങൾക്ക് കൂടി ഈ വിധി ഒരു തിരിച്ചടിയാവുകയാണ്. ഹലോ വസീഫ്, കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ നമുക്കറിയാം, തൊട്ടു മുമ്പാണ് ഷിബിൻ വധക്കേസിലെ വിധി വന്നത്. ഷിബിൻ വധക്കേസിലെ വിധി വന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയായിരുന്നില്ല. ഇപ്പോഴും നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ ഷിബിനെ കൊല ചെയ്യപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതിലെ പ്രതികളുടെ രാഷ്ട്രീയം ഏതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇവിടെ ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നിപ്പോൾ റിജിത്തിന്റെ വിധി വന്ന സമയത്തും ഉണ്ടാകുന്നത്. ഇതിനെ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാനോ DYFI നടത്തുന്ന പ്രതിരോധ പ്രവർത്തനത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനോ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ താല്പര്യം കാണിക്കില്ല എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി വസീഫ്, ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.